Ladies and gentlemen, Sree here. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇതിനെക്കുറിച്ചാണ്. ദിസ് ഈസ് ദി നത്തിങ് ഫോൺ 3A Pro. സാധനം എങ്ങനെയുണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കിഷ്ടപ്പെട്ട്. എനിക്ക് ഓവറോൾ യൂസർ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇതെന്താ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു വാക്കായിരിക്കും ഇതിനകത്ത് ഹൈപ്പ്, അല്ലെ സോഫ്റ്റ്വെയർ കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞു തരാം. പക്ഷേ എന്നാലും ദി ബെസ്റ്റ് വാല്യൂ ഫോർ മണിയാണോ, ഈ പ്രൈസിന് ഏറ്റവും നല്ല സ്പെക്ക് ഇതാണോ കിട്ടുന്നതെന്ന് വെച്ചാൽ പ്രോബ്ലി നോ. പക്ഷേ ഞാൻ മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഫോണാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇറ്റ് ഈസ് ക്വൈറ്റ് യുണീക്ക്. യുണീക്നെസ് ആദ്യമേ നമുക്ക് കാണാൻ പറ്റുന്ന ഇതിൻ്റെ ഡിസൈനില്ല. ദിസ് ഇസ് നല്ല ഡിസൈനാണ്. അത് കാണാനും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അത് പേഴ്സണൽ പ്രിഫറൻസും കാര്യങ്ങളും ഒക്കെയാണ്. ആൻഡ് യുണീക്കാണ്. പക്ഷേ പ്രീമിയം ആണോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഭയങ്കര പ്രീമിയം ആയിട്ട് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ് റെയിൽസ് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് സൈഡ് റെയിൽസ് ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു ടച്ച് ആൻഡ് ഫീൽ നമുക്ക് എനിക്കെന്തോ ഒരു പ്രീമിയം ഫീൽ കിട്ടിയില്ല. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ 211 grams ഭയങ്കര സ്ക്വയറിഷ് ഡിസൈനുമാണ്. അതുപോലെ തന്നെ എന്താ പറയണം, ഓവറോൾ ഗൈസ് കയ്യിൽ ഇച്ചിരി ഭയങ്കര വലിയൊരു ഫോൺ പിടിക്കുന്നൊരു ഫീൽ ആയതുകൊണ്ടായിരിക്കാം എനിക്കൊരു പ്രീമിയം ഫീൽ കിട്ടിയില്ല. ഡോണ്ട് ഗെറ്റ് മീ റോങ്, നല്ല ഫോണാണ്, നല്ല ഡ്യൂറബിൾ ആണ്. IP64 ഉണ്ട്, അതേപോലെ തന്നെ പാൻഡ ഗ്ലാസ് ആണ് ഫ്രണ്ടിലും ബാക്കിലും. പക്ഷേ എന്താ പറയുക, യുണീക്ക് ഡിസൈനാണ്, പ്രീമിയം ഡിസൈൻ അല്ല. ആ ഒരു സംഭവങ്ങളിൽ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. നിങ്ങൾക്കൊരു ഭയങ്കര ഒരു എക്സ്പെൻസീവ് ഫോൺ ഉപയോഗിക്കുന്ന ഒരു ഫീൽ കിട്ടത്തില്ല. എഗൈൻ നിങ്ങളൊരു കേസൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയുന്നതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റിലും നല്ലതാണ്, ടഫാണ് ബിൽഡൊക്കെ. എനിക്ക് ഓവറോൾ എന്താ പറയുക, ബിൽഡൊക്കെ നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. കയ്യിലൊക്കെ ഭയങ്കര സോളിഡ് ഫീലും പിടിക്കാനൊക്കെ ഭയങ്കര രസമുള്ളൊരു ഫോൺ തന്നെയാണ്. 10 out of 10 ഡിസൈനിൽ ഐ എം സാറ്റിസ്ഫൈഡ്. പിന്നെ ഗൈസ് അടുത്തത്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് ഡിസ്പ്ലേ. ഫസ്റ്റ് ഗ്രഡ്ജ് അബൌട്ട് ഡിസ്പ്ലേ ഇസ് നത്തിങ് 2A പ്രോയിനെ കാട്ടിയും ബെസൽസ് ഉണ്ടെന്നാണ് എൻ്റെ കാൽക്കുലേഷനിൽ. ബെസൽസ് ഉണ്ടെന്ന് മാത്രമല്ല, ബെസൽസ് ആർ നോട്ട് ഈവൻ. ആ ഒരു പ്രശ്നമാണ് എനിക്ക് ഇതിലുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ബെസൽസ് അത്യാവശ്യം ഉണ്ട്, പക്ഷേ ബെസൽസ് വലിയൊരു വിഷയമല്ല നമ്മളെ സംബന്ധിച്ച്. പക്ഷേ ഈ ബെസൽസ് ഒന്നും ഈവൻലി അല്ല കൊടുത്തേക്കുന്നത്. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. മേ ബി അവർ 4A പ്രോയിനകത്തായാലും ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യും. അതേപോലെ തന്നെ എനിക്ക് വേറെ സംഭവങ്ങൾ, ഇതിനകത്ത് സെൽഫി നോച്ചിൻ്റെ കട്ടൗട്ട് സാധാരണ മോട്ടോനെ വെച്ചും ഷാവമി വെച്ച് നോക്കുമ്പോൾ വലുത്, എന്തിനാണ് എനിക്ക് ഇത്ര വലുത് കൊടുത്തെന്ന് അറിഞ്ഞതില്ല. അത് ചെറുതാക്കിയാൻ പറ്റിയെങ്കിൽ ഇറ്റ്സ് ബെറ്റർ റൈറ്റ്. ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ, ഈ രണ്ട് കാര്യം ചോദിച്ച് ഈ ഡിസ്പ്ലേ എനിക്ക് പ്രൈസ് റേഞ്ചിൽ ഭയങ്കര ഓക്കെയാണ്. 1 billion+ കളേഴ്സ്, HDR10+, 1300 nits ആണ് HBM കിട്ടുന്നത്, 3000 HP ബ്രൈറ്റ്നസ്, 120 Hz, LTPO ഒന്നുമില്ല. ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. LTPO എല്ലാവരും മിസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഗൈസ് ഇല്ല. കാരണം ഇത് അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറും 5000 mAh ബാറ്ററി ഉണ്ടായിട്ട് LTPO മിസ് ചെയ്യുന്നില്ല. ബാറ്ററി ലൈഫിനെ കുറിച്ച് ഡീപ്പായിട്ട് പറഞ്ഞുതരാം. വ്യൂയിങ് എക്സ്പീരിയൻസ്, കളേഴ്സും കാര്യങ്ങളും, HDR അൾട്രാ HDR സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പ്രീമിയം ക്വാളിറ്റി ഡിസ്പ്ലേ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഡിസ്പ്ലേയുടെ കൂടെ തന്നെ എനിക്ക് വേറെ കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഗൈസ്, ഇതുപോലത്തെ ജെന്യുവിൻ ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസിന് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അത് എനിക്ക് ഭയങ്കര മോട്ടിവേഷണൽ ഫാക്ടറായിട്ട് എഫക്റ്റീവ്. അതേപോലെ നിങ്ങൾക്ക് ഫോൺ നല്ലോണം തറലി യൂസ് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള ഒരു ABC മൊബൈൽസ് പട്ടത്തുവാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ യൂസ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മാത്രം യൂസ് ചെയ്ത് അവിടെ 2-3 പീസസ് ഒക്കെ ഇരിപ്പുണ്ട്. നേരെ ABC മൊബൈൽസ് പട്ടത്തേക്ക് കിട്ടാം. ലെറ്റ്സ് നൗ ടോക്ക് അബൌട്ട് സ്പീക്കേഴ്സ് ആൻഡ് ഹാപ്റ്റിക്സ്. ഹാപ്റ്റിക്സ് ആൻഡ് സ്പീക്കേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, ഇതിൻ്റെ എനിക്കറിയത്തില്ല, നത്തിങ്ങിൻ്റെ ഹാപ്റ്റിക്സിനൊരു ഞാനിപ്പോൾ ഒരു ഫോൺ എടുത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പം എനിക്കൊരു ഷാർപ്പ് ഫീലാണ് കിട്ടണം, അല്ലാതെ ഒരു പ്രീമിയം ഹാപ്റ്റിക് അല്ല. ഇതിൻ്റെ വൈബ്രേഷൻ അല്ല, കാലിബ്രേഷൻ്റെ ആയിരിക്കും. ഞാനത് ഭയങ്കര വലിയൊരു ഫാനാണെന്ന് ചോദിച്ചാൽ നല്ല ഹാപ്റ്റിക്സ്, ഡോണ്ട് ഗെറ്റ് മീ റോങ്, ഈ പ്രൈസ് റേഞ്ചിന് അത്യാവശ്യം നല്ല ഹാപ്റ്റിക്സ്. പക്ഷേ ഇവരുടെ കാലിബ്രേഷൻ ക്വയറ്റ് യുണീക്കായിട്ടൊരു കാലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടൊരു ടാറ്റിക്സ്, നമുക്കൊരു ഭയങ്കര ഷാർപ്പ് ടാക്ടൈൽ ഫീൽ എന്നൊക്കെ വേണം അതിന് പറയാം. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. ഞാൻ കുറ്റം പറയാമല്ല, ഒരു യുണീക്ക് കാര്യമായിട്ട് തോന്നി. ഇതും കഴിഞ്ഞ ജനറേഷൻ തന്നെയാണ്, അല്ലാതെ അപ്ഗ്രേഡഡ് ഹാപ്റ്റിക്സ് ഒന്നുമല്ല. സ്പീക്കേഴ്സ് ആർ സ്റ്റീരിയോ സ്പീക്കേഴ്സ് റിയലി ഗുഡ്. എടുത്ത് പറയാൻ വേണ്ടി ഒന്നുമില്ല, കുറ്റം പറയാനൊന്നുമില്ല. ഈ പ്രൈസ് റേഞ്ചിന് എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെ ഗുഡ്. ഇനി ഗൈസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇതിൻ്റെ പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫ്. സ്നാപ്ഡ്രാഗൺ 7S Gen 3 എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, ഈ പ്രൈസ് റേഞ്ചിന് 30,000 രൂപയാണല്ലോ ഈ ഫോണിന്. ആ പ്രൈസിന് ഓക്കെ, ഐ എം ഓക്കെ വിത്ത്. കാരണം എന്നെ സംബന്ധിച്ച് ഞാനൊരു കാഷ്വൽ യൂസറാണ്. ഞാൻ വല്ലപ്പോഴും ഗെയിം കളിക്കും, വല്ലപ്പോഴും സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അങ്ങനത്തെ പരിപാടിയൊക്കെ കാഷ്വൽ യൂസറിന് പെർഫെക്റ്റ്ലി ഫൈൻ ചിപ്സെറ്റ്. അതേസമയം ഗെയിം കളിക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് GPU Adreno 710 GPU ഒക്കെ ഉണ്ട്. ദിസ് ഈസ് ക്വയറ്റ് എ കേപ്പബിൾ ഫോൺ, അല്ലാതെ എനിക്കൊരു കുറ്റമൊന്നും പറയാനില്ല. ദിസ് ഈസ് നല്ല GPU നല്ല CPU ഉണ്ട് ഈ പ്രൈസ് റേഞ്ചിന്. ഇതിനകത്ത് ഞാൻ എന്താ പറയുക, അത് നേരത്തെ പറയാം, ബെസ്റ്റ്
സ്പെക്ക് അല്ല നിങ്ങൾക്ക് പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ പോകുന്നത്, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല സാധനം. പിന്നെ സ്റ്റോറേജ് വൈസ് നോക്കുകയാണെങ്കിൽ UFS 2.2 ആണ്. ചിലവർക്ക് അതൊരു ഭയങ്കര ഗ്രഡ്ജായിട്ട് തോന്നും. പക്ഷേ അഗൈൻ ഗൈസ്, ശരത് നിയോൺ ടെക് ബ്രോ UFS എക്സ്പ്ലെയിൻ ചെയ്ത് നല്ലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഗൈസ്. UFS 2.2 ആണെങ്കിലും ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഭയങ്കര ഒപ്റ്റിമൈസ്ഡ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ലാഗോ സ്റ്റഡേഴ്സോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. സോഫ്റ്റ്വെയർ സെഗ്മെൻറ്റിലേക്ക് നമുക്ക് വരാം. ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞാലും 5000 mAh ആണ്, 50 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ സപ്പോർട്ടാണ്. ഐ ആം ഹാപ്പി, ഐ ആം കണ്ടൻറ്റ്. ഒരു സാധാരണ മനുഷ്യനെ ഉപയോഗിച്ച ഒരു 6.5 hours ഒക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടും. അതും നിങ്ങൾ മറ്റേ ബാക്കിലത്തെ ലൈറ്റൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ട് ഉപയോഗിച്ച് തുലയ്ക്കായിരുന്നാൽ നമുക്ക് അത്യാവശ്യം കിട്ടും. സോ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാപ്പി. സാധാരണ ഒരു മനുഷ്യൻ ഇതിൽ കൂടുതൽ ബാറ്ററി ലൈഫ് എക്സ്പെക്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ മേ ബി നിങ്ങളെ സ്ക്രീൻ ഓൺ ടൈം കുറയ്ക്കുക. അത് എനിക്ക് റെക്കമെൻഡ് ചെയ്യാം. ഒരു 5 to 6.5 hours ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടും. തെർമൽസിനെ കുറിച്ച് പറഞ്ഞാലോ, ചാർജ് ചെയ്യുമ്പം ചെറുതായിട്ട് ചൂടാവും, ഗെയിം കളിക്കുമ്പോഴും ചെറുതായിട്ട് ചൂടാവും, പക്ഷേ അൺബെയറബിൾ ഹീറ്റെന്നോ കാര്യമെന്നോ ഒന്നുമില്ല. നിങ്ങളൊരു കേസ് ഇട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ക്വയറ്റ് എന്താ പറയുക, യൂസ്ഫുൾ ആണ്. വലിയ വൃത്തിയായിട്ട രീതിയിലുള്ള ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് പെർഫോമൻസിനെയും തെർമൽസ് ബാറ്ററി ലൈഫിൽ ഞാൻ ഈ പ്രൈസ് റേഞ്ചിൽ ഹാപ്പി ആൻഡ് കണ്ടന്റ് ആണെന്ന് വെച്ചാൽ സാധാരണ ഒരു മനുഷ്യന്, സാധാരണക്കാരന് ഹാപ്പി ആയിരിക്കും. അല്ലാതെ നിങ്ങൾക്ക് ഭയങ്കര പവർ യൂസറാണ്, ഹെവി യൂസർ എന്നൊക്കെ ആണെങ്കിൽ ഇതിനെക്കാട്ടിയും ബെറ്റർ സ്പെക് ടു പ്രൈസ് റേഞ്ച് വാല്യൂ കിട്ടും എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി ബെറ്റർ സ്പെക് ഉള്ള സാധനം കിട്ടും. സോ നമുക്ക് ആ ഒരു സാധനം സൈഡിലേക്ക് നിർത്താം. എനിക്കിതിനകത്ത് വൺ ഓഫ് ദി ഫേവറേറ്റ് തിങ്സ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ദിസ് ക്യാമറ സിസ്റ്റം. നത്തിങ് ഇതിനെ അണ്ടർ റേറ്റ് ചെയ്ത് വെച്ചേക്കുന്നൊരു ക്യാമറ സിസ്റ്റം ആണെന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അനി തിങ്സ് എന്ന് പറഞ്ഞൊരു ബംഗാളി ഫിലിം മേക്കർ ഉണ്ട്. മച്ചാൻ ഇതിൻ്റെ ക്യാമറ പൊട്ടൻഷ്യലി യൂസ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു ഡിവൈസ് ആണോ എന്ന്. ഇതിനകത്ത് വരുന്നത് 2 50 MP, ഒരെണ്ണം 24mm, ഒരെണ്ണം 70mm. 24mm ആണ് എൻ്റെ ഫേവറേറ്റ് ഫോക്കൽ ലെങ്ത്. 70mm കുറിച്ച് പറഞ്ഞാൽ 3x പെരിസ്കോപ്പാണ്. ആൻഡ് ദാറ്റ് ഈസ് വെരി യൂസബിൾ. ഇതിനകത്ത് OISും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും പറയില്ല. ദിസ് ഇസ് വെരി യൂസബിൾ സിസ്റ്റം. അതിൻ്റെ 8MB അൾട്രാവൈഡ് വരുന്നുണ്ട്. അൾട്രാവൈഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഭയങ്കര ഷാർപ്പോ ഭയങ്കര ഡീറ്റെയിൽഡോ ഒന്നും അല്ല. നിങ്ങൾ സൂം ചെയ്യുമ്പം ഇമേജ് പൊട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ അഗൈൻ ഗൈസ്, പിക്സൽ PP ചെയ്യാത്ത സാധാരണ കൂട്ടുകാരന്മാരുടെയും പട്ടിയുടെയും പൂച്ചയുടെയും ആകാശത്തിൻ്റെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്കൊക്കെ വേണ്ടി ഫോട്ടോ എടുക്കുന്നവർക്ക് ഇതിനകത്ത് ഒരു കുറ്റവും പറയാൻ പറ്റില്ല. ഈ പ്രൈസ് റേഞ്ചിന് അടിപൊളി. അഗൈൻ നിങ്ങൾ വീഡിയോ വൈസ് പുഷ് ചെയ്യണമെങ്കിൽ ഗൈസ് ബ്ലാക്ക് മാജിക് ഫിലിം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, വീഡിയോസ് എടുക്കുക. എനിക്ക് തോന്നുന്നു നത്തിങ്ങിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. പ്രോസസ്സിങ് ഇസ് റിയലി ഗുഡ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു വീഡിയോസ് അവരത് കുളമാക്കി വെച്ചേക്കുക. എനിക്കത് മനസ്സിലായത് ഞാൻ ബ്ലാക്ക് മാജിക് ഫിലിം ആപ്പ് ഇട്ട് നോക്കിയപ്പോഴാണ്. അതിനകത്ത് എടുക്കുന്ന ഒന്നും ചെയ്യാതെ ഡിഫോൾട്ട് സെറ്റിങ്സിനകത്ത് ഇതിൻ്റെ ക്യാമറയും ബ്ലാക്ക് മാജിക് അതിൻ്റെ ക്യാമറ ഇട്ട് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസം വന്ന്. ഭയങ്കര വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭയങ്കര ഡിജിറ്റൽ പ്രോസസ്ഡ് നത്തിങ്ങിൻ്റെ ക്ലട്ടേർഡ് ലുക്കിൽ നിന്ന് ബ്ലാക്ക് മാജിക്കിൻ്റെ നല്ലൊരു ഇമേജ് എനിക്ക് കിട്ടി വീഡിയോസ് എടുക്കുമ്പോൾ. സോ അഗൈൻ ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ളൊരു സെൻസറാണെന്ന് എനിക്ക് തോന്നി. നല്ലൊരു ക്യാമറ സിസ്റ്റമാണ്. അവർ ഇച്ചിരി കൂടെ ബെറ്റർ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായി. ബ്ലാക്ക് മാജിക്കിൻ്റെ ക്യാമറയും അനി തിങ്സിൻ്റെ മറ്റേ വീഡിയോയും കൂടെ കണ്ടു ഗൈസ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ആസ്പെക്റ്റും ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും സോഫ്റ്റ്വെയറിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. ദിസ് ഇസ് നത്തിങ് ബ്രോ, നത്തിങ്. കാൾപേനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്താ പറയുക, കാൾപേ പീക്ക് ടൈമിലിരുന്ന എപ്പോഴാണ് ഓക്സിജൻ OSും OnePlus അപ്പം പുള്ളി അതെല്ലാം റിഫൈൻ ചെയ്ത് വരുമോ. ഞാൻ കഴിഞ്ഞ 2A CMF 2 Pro വീഡിയോയിലും പറഞ്ഞു നത്തിങ്ങിൻ്റെ OS ഇസ് ബിക്കമിങ് ദി ബെസ്റ്റ്. കാരണം ലിറ്ററലി എനിക്ക് ഒരു സ്റ്റഡേഴ്സും ഒരു ലാഗും ഒന്നും തോന്നിയിട്ടില്ല. CMF 2 Proയിലും തോന്നിയില്ല, ഇങ്ങോട്ട് വന്നപ്പോഴും തോന്നിയില്ല. ഇതിൻ്റെ സോഫ്റ്റ്വെയർ സോ ഗുഡ് ഒപ്റ്റിമൈസ്ഡ്. എനിക്ക് തോന്നുന്നു ഇൻ ഫ്യൂ ഇയേഴ്സ് ഇതായിരിക്കും ദി ബെസ്റ്റ് സോഫ്റ്റ്വെയർ. കാരണം അവർ എപ്പോഴും ഫ്രീക്വൻ്റ് അപ്ഡേറ്റ്സ് പുഷ് ചെയ്യുന്നുണ്ട്, അവരെപ്പോഴും ബഗ് ഫിക്സസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ നിക്പിക്ക് ചെയ്ത് പറയുകയാണെങ്കിൽ അവരുടെ ക്യാമറ UIനകത്ത് ചെറിയ ക്ലട്ടേർഡ്നെസ് തോന്നി. ഈ ലെൻസസ് ഒക്കെ സ്വിച്ച് ചെയ്യുമ്പോൾ അതും എനിക്ക് തോന്നുന്നു നത്തിങ് വിൽ വർക്ക് ഓൺ ഇറ്റ്. സോഫ്റ്റ്വെയർ വൈസ് ഐ ആം മോർ ദാൻ ഹാപ്പി. ഇതിനകത്ത് പിന്നെ ഈ ഒരു സാധനമുണ്ടല്ലോ എസെൻഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞ സാധനം, അത് മേ ബി ചിലവർക്ക് യൂസ്ഫുൾ ആകും, ചിലവർക്ക് യൂസ്ഫുൾ ആകില്ല. എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകില്ല. അതൊരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നു അവർ ഇച്ചിരി കൂടെ കാര്യങ്ങളും ഇറ്ററേഷൻസും ഒക്കെ ഇപ്പം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് അതൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം ചിലവർക്കെങ്കിലും അത് യൂസ്ഫുൾ ആവും. മേ ബി അതൊരു കസ്റ്റമൈസബിൾ ബട്ടൺ ഓപ്ഷൻ കൊടുത്തായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. എന്തായാലും ഹൗ ഇസ് ദി ഫോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ അടിപൊളി ഫോണാണ്, എനിക്കിഷ്ടപ്പെട്ട്. നിങ്ങളുടെ പ്യുവർലി ഏറ്റവും സ്പെക്ക് കൂടിയ ഫോണല്ല ഇവിടെ കിട്ടുന്നത്. പക്ഷേ 30,000 രൂപയ്ക്ക്
നിങ്ങൾക്കൊരു ഓൾറൗണ്ടർ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ്വെയർ, യുണീക്കായിട്ടൊരു ഡിസ്പ്ലേ, യുണീക്കായിട്ടൊരു ഡിസൈൻ, അതിനകത്ത് മറ്റേ ബാക്കിൽ ലൈറ്റിംഗ് സിസ്റ്റം, അതിനെക്കുറിച്ച് ഞാൻ എടുത്ത് പറയുന്നത് ചിലവർക്ക് യൂസ്ഫുൾ ആവും, ചിലവർക്ക് യൂസ്ഫുൾ ആവില്ല. ആൻഡ് മെജോറിറ്റി ഓഫ് ആൾക്കാർ അത് ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാൻ പോകുന്ന പോലുമില്ല, അതാണ് സത്യം. പക്ഷേ അതവിടെ ഉണ്ട്. നല്ല സ്പീക്കർ സിസ്റ്റം, നല്ല ഹാപ്റ്റിക്സ്, അത്യാവശ്യം നല്ല പെർഫോമൻസ്, നല്ല GPU, നല്ല ബാറ്ററി, അതിനെല്ലാം ചെറിയ ഓൺ ദ ടോപ്പായിട്ടാണ് എനിക്ക് പറയാനുള്ള സോഫ്റ്റ്വെയറിന് ഇതിനെല്ലാം എലവേറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. ഞാനൊരു സാധാരണക്കാരന് ഒരു രീതിയിൽ പവർ ഹംഗ്രി യൂസർ അല്ലാത്ത ഒരാൾക്ക്, അല്ലെ ഹെവി യൂസർ അല്ലാത്തവർക്ക് നത്തിങ് ഫോൺ 3A ഞാൻ റെക്കമെൻഡ് ചെയ്യും ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറ സിസ്റ്റം കൂടെ ഇത്തിരി നല്ലോണം ബ്ലാക്ക് മാജിക്കോ അതൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ അറിയുകയാണെങ്കിൽ വി ക്യാൻ ടേക്ക് ഇറ്റ് ടു നെക്സ്റ്റ് ലെവൽ. ഐ റിയലി ലൈക്ക് ദിസ് ഫോൺ, ഹൈലി റെക്കമെൻഡഡ് ആണ്.